നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനായി മാധ്യമങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി അന്വേഷണ സംഘം. ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. സിദ്ദിഖ് ഒളിവിലാണെന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ഫോട്ടോയിൽ കാണുന്ന ഫിലിം ആർട്ടിസ്റ്റ് സിദ്ദിഖ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിലെ പ്രതിയും ഒളിവിൽ പോയിട്ടുള്ള ആളുമാണ്. ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ റേഞ്ച് DIG, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്നിവരുടെ നമ്പറുകളാണ് വിവരം അറിയിക്കേണ്ടത്. ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ പേരിലാണ് നോട്ടീസ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ 3 ദിവസമായി സിദ്ദിഖ് ഒളിവിലാണ്. നടൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി സിദ്ദിഖിനായി ഹാജരാകും എന്നാണ് വിവരം. അതിജീവിത പരാതി നൽകാനുണ്ടായ കാലതാമസം, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നീ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. തടസ്സ ഹർജിയുമായി സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. സിദ്ദിഖിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 3 ആഴ്ച മുൻപ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തിരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു. യുവനടിയുടെ പേരിൽ ബലാത്സംഗം, അതുപോലെ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2016 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതാണെന്നാണ് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ നടനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ സിദ്ദിഖിന്റെ അജ്ഞാതവാസം പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും സൂചനയുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റിന് മുൻപും സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം വേണമെന്ന സിദ്ദിഖിന്റെ അഭ്യർത്ഥന പോലീസിന് വകവച്ചു കൊടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻകൂർ ജാമ്യം തള്ളുന്നതുവരെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന സിദ്ദിഖ് അന്ന് മുഴുവൻ കേരളത്തിലുണ്ടായിരുന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അന്ന് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും ബുധനാഴ്ച രാവിലെ മുതൽ ഫോൺ വീണ്ടും ഓണായി. സിദ്ദിഖിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ പോലീസിന് അവസരമുണ്ടായിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഇപ്പോഴത്തെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യത്തിന് പോലും തുനിയാത്തത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി പ്രതികൂലമായാൽ മാത്രം അറസ്റ്റ് മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാകാനാണ് സാധ്യത. ബുധനാഴ്ച സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത് പോലീസിന് നിർദ്ദേശം അനുസരിച്ചാവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി 30-ന് പരിഗണിച്ചേക്കാനാണ് സാധ്യത. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകയായ രഞ്ജിത റോഹ്തഗി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. പരാതിക്കാരിക്കും കേരള സർക്കാരിനും പുറമെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ മറ്റൊരു തടസ്സ ഹർജിയും സുപ്രീം കോടതിയിലെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയ അജീഷ് കളത്തിലാണ് ഹർജിക്കാരൻ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.